കഥയമ്മ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ എന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കഥയമ്മ നമ്മൾ ചെയ്യുന്നുണ്ട്. കഥയമ്മ എന്നുള്ള ടൈറ്റിൽ വെക്കാതെയാണ് ഒരുപാട് കഥയമ്മ സ്റ്റോറികൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കഥയമ്മ വീണ്ടും ആ ടൈറ്റിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഥയമ്മയിൽ രാമേന്ദ്രൻ സാർ പറയുന്ന കഥകൾ കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്. ചേരമാൻ പെരുമാളിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ കഥകൾ കഥയല്ല ചരിത്രം പറഞ്ഞത് ഒരുപാട് പേർക്ക് പുതിയ അറിവായിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ എന്നെ വിളിക്കുകയും അത് നന്നായി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കഥയമ്മയിൽ ഇന്ന് നമുക്ക് പറയേണ്ടതൊരു സവിശേഷമായൊരു കഥയാണ്. കഥയല്ല ചരിത്രമാണ്, നമ്മൾ കഥ എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഥയമ്മയുടെ ഒരു 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 ശ്രദ്ധേയമായ സവിശേഷതയായി ആളുകൾ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ നാട്ടിലെ ചരിത്രത്തിലൊന്നും കാണാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിച്ച് മാറ്റി നിർത്തിയ ഒരുപാട് യോഗീശ്വരന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരുപാട് വീരയോദ്ധാക്കളെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും ഒരു പുസ്തകത്തിലുമില്ല. ഇപ്പോഴാണ് NCERT പോലും പുസ്തകങ്ങളൊക്കെ മാറ്റിയിട്ട് ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് യഥാർത്ഥ കഥ പറയുകയും വൈറ്റ് വാഷ് അടിച്ച ആളുകളുടെ വികൃത മുഖം കാണിച്ചു തരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മറാത്ത സിംഹമായിരുന്ന ഹിന്ദു ഹൃദയ സാമ്രാട്ടായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ഗുരു ആരായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. സമർത്ഥ രാമദാസിനെ പറ്റി പറയാം. ശിവാജിയുടെ ഗുരു എന്ന് പറയുമ്പോൾ സമർത്ഥ രാമദാസ് മാത്രമല്ല, കുറച്ച് പിന്നോക്ക സമുദായത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള തുക്കാറാം ഗായകൻ, അദ്ദേഹവും ശിവാജിയുടെ ഗുരുവായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാതി മതത്തിനൊക്കെ ജാതിക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു ഹിന്ദുമതത്തിന്റെ കാലഘട്ടമായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ കാലവും. അതാണ് ഈ തുക്കാറാമിന്റെ കാര്യം ആദ്യമേ പറഞ്ഞത്. കാരണം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഭക്തി പ്രസ്ഥാനത്തിനെ പറ്റി. ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിനെതിരായ ഇസ്ലാമിക ദുർഭരണത്തിനെതിരായ ഹിന്ദുക്കളുടെ ഒരു കുതിച്ച് കയറ്റമായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനം. കാരണം ക്ഷേത്രങ്ങളൊന്നും പുതുതായിട്ട് പണിതുയർത്താൻ പറ്റില്ലല്ലോ. ശ്രീകൃഷ്ണനെ പറ്റിയും രാമനെ പറ്റിയും ഒക്കെ ആയിട്ടുള്ള കഥകള്, കീർത്തനങ്ങൾ ഒക്കെ ഓരോരുത്തർ അവരവരുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഭക്തി പ്രസ്ഥാനം തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി വടക്കോട്ട് പോവുകയാണ് ചെയ്തത്. അത് സുന്ദരർ, അപ്പർ അങ്ങനെയുള്ള ആളുകൾ തുടങ്ങി. ഇവരൊന്നും ഈ ബ്രാഹ്മിൻ ഹെജിമണിയോ സവർണരോ ഒന്നും ആയിരുന്നില്ല ഈ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന ആളുകൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു അവസാന കാലത്ത് വരുന്ന ആളുകളിൽ പെട്ടതാണ് ഈ സന്ത് തുക്കാറാമും സമർത്ഥ് രാമദാസും ഒക്കെ. 17-ാം നൂറ്റാണ്ടൊക്കെ ആയല്ലോ. അപ്പോൾ ജൽനയിൽ 1608 സന്ത് സമർത്ഥ് രാമദാസ് ശിവാജിയുടെ ഗുരു ജനിക്കുന്നത്. പൂർവാശ്രമത്തിലെ പേര് നാരായൺ തോസർ എന്നാണ്. ഋഗ്വേദി ദേശാസ്ഥ ബ്രാഹ്മണൻ ആണ്. ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഭരണം, ധാർമ്മികത, ഭരണത്തിനെ പറ്റിയും അധികാരത്തിനെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണം എന്ന്. അതാണ് ശിവാജിയെ ആകർഷിക്കുന്നത്. അതിൽ ധാർമ്മിക വശം. അപ്പോൾ ദശബോധ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രചന ആത്മനിയന്ത്രണത്തിനെ പറ്റിയാണ്. മേനാച്ചെ ശ്ലോക് എന്ന് പറഞ്ഞ വേറൊരു രചനയും ഈ ഭരണകർത്താക്കളും ഒക്കെ വായിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഒരുപാട് മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, മഠങ്ങളിൽ സ്ത്രീകളെ മഠാധിപതികളാക്കി അദ്ദേഹം ആ കാലത്ത് തന്നെ. ഇപ്പോഴും സ്ത്രീകളെ പലരും മോസ്കി കയറ്റാത്ത കാലമാണല്ലോ. അപ്പോൾ ഹനുമാൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ പാടില്ലാത്ത കാലത്ത് 11 ഹനുമാൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നുള്ള ഒരു വിപ്ലവമാണ്. ക്ഷേത്ര സ്ഥാപനവും വിപ്ലവമാകാമല്ലോ. അതെ, അങ്ങനെ വന്നാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത്. അതെ, സാവർക്കർ അതിനു മുമ്പ് വൈകുണ്ഠസ്വാമികളും ചെയ്തിട്ടുണ്ട്. സാവർക്കർ ദലിതർക്ക് ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ വലിയ വിപ്ലവമല്ലേ അത്. അപ്പോൾ ഹനുമാൻ ക്ഷേത്രം, വിദ്യാഭ്യാസം, ദേശാഭിമാനം, ആത്മീയ ഉണർവ്, ഇതൊക്കെ ലാക്കാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സ്വരാജ്യം, ധർമ്മം, സ്വരാജ്യം അത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആ കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. അതാണ് ശിവജി ഈ ഔറംഗസേബിനൊക്കെ എതിരെ പോരാടാനായിട്ടൊരു ഊർജമായി വന്നത്. അമ്മ ജീജാബായി ശിവജിയുടെ
അമ്മ ജീജാബായി ശിവാജിയിൽ ഭക്തി, പിന്നെ ഹിന്ദുക്കളോടുള്ള സ്നേഹം, ഇതൊക്കെ അമ്മയാണ് വളർത്തിയത്. അതിനെയൊക്കെ ധാർമ്മിക തലത്തിലേക്ക് ഉയർത്തിയത് ഈ സമർത്ഥ് രാംദാസ് ആയിരുന്നു ശിവാജിയുടെ കാര്യത്തിൽ. ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യം എപ്പോഴാണ് കണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചരിത്രകാരന്മാർ തമ്മിലൊരു സമവായത്തിലെത്തിയിട്ടില്ല. ചിലർ പറയുന്നുണ്ട് 1649 ചിലർ 1652 എന്ന് പറയുന്നു, 1658 എന്ന് പറയുന്നു, 1672 എന്ന് പറയുന്നു. വർഷം ഏതും ആകട്ടെ, അവർ പലതവണ കണ്ടിട്ടുണ്ട്. അത് ചരിത്രത്തിൽ കിടക്കുന്നു. 1658 ശിവാജിക്ക് സമർത്ഥ് ഈ സന്യാസി സമൂഹവുമായിട്ട് ബന്ധം വരുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അറിയാം. പിന്നെ ചഫൽ സനത്ത് എന്നൊരു രേഖ അദ്ദേഹം ഈ സാമ്പത്തിക സഹായമൊക്കെ ഈ ആശ്രമങ്ങൾക്കൊക്കെ കൊടുക്കുന്ന രേഖയാണ്. അതിൽ സമർത്ഥ് രാംദാസിനെ ശ്രീ സദ്ഗുരുവര്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം നടക്കുന്നുണ്ട്. ഈ മറാത്ത രാഷ്ട്രീയത്തിൽ ഒരു ബ്രാഹ്മണൻ ശിവാജിയുടെ ഗുരുവാണെന്ന് പറയുന്നതിൽ ഷിൻഡെ പോലുള്ള ആളുകൾക്കൊക്കെ വിരോധമുണ്ട്. പക്ഷെ രേഖകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സത്യമായിട്ട് കാണണമല്ലോ. അപ്പോൾ ഇദ്ദേഹം സൂര്യാജി പന്ത് എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മ റാണുഭായ്. 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ഉള്ളിലേക്ക് നോക്കുന്ന അന്തർമുഖനായിട്ടാണ് വളർന്നത് കുറെ കാലം. 12ാമത്തെ വയസ്സിൽ വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടി. സ്വന്തം ബാലവിവാഹം ഉണ്ടല്ലോ. 200 കിലോമീറ്റർ ഗോദാവരി തീരത്തുകൂടി നടന്നു. നാസിക്കിൽ പഞ്ചവടിയിലെത്തി. എന്നിട്ട് തക്ലിയിൽ 12 വർഷം, അത് 2 പുഴകളുടെ സംഗമിക്കുന്ന സ്ഥലം, അവിടെ 12 വർഷം രാമനെ ജീവിച്ചു. പക്ഷെ ഒരു അബദ്ധം പറ്റി. ആ സമയത്ത് ഒരു സ്ത്രീ ഇദ്ദേഹത്തിനെ കാണാൻ വന്നു. ആ സ്ത്രീക്ക് ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞിട്ട് ഇനിയും ഭർത്താവിൻ്റെ കൂടെ കുറക്കാലം ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഇദ്ദേഹം കൊടുത്തു. ആ സ്ത്രീ വിധവയായിരുന്നു. അപ്പൊ പെട്ടല്ലോ. വിധവയ്ക്ക് പിന്നെ ഭർത്താവ് വരുന്നത് എങ്ങനെ അല്ലേ? ആ സമയത്ത് വിധവാ വിവാഹവും ഒന്നുമില്ലല്ലോ. അപ്പൊ ഇയാളൊരു ഫ്രോഡാണെന്ന് നാട്ടുകാരും പറയാൻ സാധ്യതയില്ലേ? ഇദ്ദേഹം ആ ജഡം ഉയർപ്പിച്ചു. മരിച്ചുപോയ ഭർത്താവിനെ. അങ്ങനെയാണ് സമർത്ഥ് രാമദാസ് ഈ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാകുന്നത്. കാരണം അത്രയും ശേഷി ആ സമയത്ത് ഈ ധ്യാനത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഹനുമാൻ വിഗ്രഹം ആദ്യം സ്ഥാപിക്കുമ്പോൾ അത് ചാണകത്തിൽ ഉണ്ടാക്കിയിട്ടാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ചാണകസംഖി എന്ന് വിളിച്ചാലും ആളുകൾക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഔഷധി തന്നെ ചാണകം കൊണ്ട് പഞ്ചഗവ്യമൊക്കെ ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ 12 വർഷം അത് കഴിഞ്ഞ് യാത്ര ചെയ്തു. ഹിമാലയത്തിൽ പോയി. കശ്മീരിൽ വെച്ച് 6ാമത്തെ സിഖ് ഗുരു ഹർഗോവിന്ദിനെ കണ്ടു. അപ്പോൾ ഹർഗോവിന്ദ് ജീവിക്കുന്നത് ഒരു യോദ്ധാവായിട്ടും കൂടിയാണ്, സിഖുകാരുടെ രാജാവും ഒക്കെയാണ്. അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഈ ആത്മീയതയായിട്ട് പറഞ്ഞ് പിച്ചയൊക്കെ വാങ്ങിച്ച് തെണ്ടി തിരിയാണല്ലോ വേണ്ടത് എന്നുള്ളൊരു തോന്നലിലാണ് സമർത്ഥ് രാംദാസ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ ഹർഗോവിന്ദിനോട്, 6ാമത്തെ ഗുരുവിനോട്, ഗുരുനാനാക്ക് ഒരു ത്യാഗിയായ സാധു ആയിരുന്നല്ലോ, സന്യാസി ആയിരുന്നല്ലോ, അങ്ങാണെങ്കിൽ ആയുധം ഉണ്ട്, അങ്ങേക്ക് സേനയുണ്ട്, അങ്ങേക്ക് കുതിരകളുണ്ട്, അപ്പോൾ അങ്ങ് രാജാവാണെന്നും അവകാശപ്പെടുന്നുണ്ട്, എന്തു തരം സന്യാസിയാണ് അങ്ങ് എന്ന് ചോദിച്ചു ഹർഗോവിന്ദിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അകത്ത് സാധുവും പുറത്ത് രാജാവുമാണ്. പാവങ്ങൾക്ക് സുരക്ഷയ്ക്ക് ആയുധം വേണം, പീഡകരെ ശിക്ഷിക്കാനും ആയുധം വേണം, 2 തരത്തിലും ആയുധം എനിക്ക് വേണം. ഗുരുനാനാക്ക് ലോകത്തിനെ അല്ല ഉപേക്ഷിച്ചത്, മായയെയാണ് ഉപേക്ഷിച്ചത്, ലോകത്തിനെ ഉപേക്ഷിച്ചില്ല. സ്വാർത്ഥം, അഹംബോധം, അതിനെയാണ് അദ്ദേഹം ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് സമർത്ഥ് രാമദാസ്
പറഞ്ഞു. ഉള്ളി തട്ടിയത് ഒരു യോദ്ധാവും കൂടി ആയിരിക്കണം സന്യാസി എന്നുള്ളത്. സത്താറക്കടുത്ത് മഹാബലേശ്വറിലേക്ക് മടങ്ങി വന്നു കാശ്മീരിൽ നിന്ന്. അപ്പോഴാണ് ഈ രാമനവമി വിപുലമായി കൊണ്ടാടുന്നത്. ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് രാമനവമി കൊണ്ടാടുന്നു. ഈ മറ്റേ ഔറംഗസേബൊക്കെ ജീവിക്കുന്ന കാലത്താണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടി സമർത്ഥ സമൂഹം രൂപീകരിച്ചു. അത് എന്നിട്ട് 700 മുതൽ 1100 വരെ മഠങ്ങൾ മതപരിഷ്കാരത്തിന് വേണ്ടി തുടങ്ങി. ചാപ്പാലിൽ രാമക്ഷേത്രം പണിതു. 11 ഹനുമാൻ ക്ഷേത്രങ്ങൾ തെക്കൻ മഹാരാഷ്ട്രയിൽ പണിതു. മുഗൾ ഭരണത്തിൽ അസാധ്യമായ കാര്യങ്ങളാണ് ചെയ്തത്. ഇസ്ലാമിക ഭരണാധികാരികളെ വെല്ലുവിളിക്കാൻ ആഹ്വാനം ചെയ്തു സമർത്ഥ രാംദാസ്. രഘുപതി രാജാ റാം എന്ന് പറഞ്ഞ ഗാന്ധി കേട്ടിരുന്ന പാട്ടില്ലേ, അതിന് പ്രചോദനമായത് സമർത്ഥ രാംദാസിന്റെ ഒരു മന്ത്രമാണ്. രഘുപതി രാഘവ രാജാറാം ഉണ്ടാവുന്ന അങ്ങനെയാണ്. സമൂഹത്തെ പ്രതിരോധിക്കാൻ യോദ്ധാക്കൾ വേണം എന്ന് കണ്ടു. സന്യാസിമാർ ഉള്ളിലേക്ക് സമൂഹത്തിൽ നിന്ന് വലിയരുത് എന്ന് എഴുതി. 18 ശിഷ്യകൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ. 2 മഠങ്ങൾ അവർ നയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും വരുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അതറിയാത്തവർ, അതിൽ അഭിമാനിക്കാത്തവർ ആണുങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ നമ്മുടെ ജഗ്ഗി വാസുദേവ് ഈ കാവി ഉണ്ടായതിൻ്റെ കഥ സമർത്ഥ രാംദാസുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. ശിവജി ഒരു ദിവസം മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ താഴെ പിച്ചതണ്ടാണ് ഗുരു സമർത്ഥ രാംദാസ്. അദ്ദേഹം താഴേക്ക് പോയി ഗുരുവിനോട് ചോദിച്ചു, ഞാൻ രാജാവാണ്, അദ്ദേഹത്തിന് ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ഞാൻ എൻ്റെ രാജ്യം തന്നെ തയ്യാറാണ്, ഇങ്ങനെ എന്നെ അവഹേളിച്ച് ഇങ്ങനെ എൻ്റെ ഗുരുവായ അങ്ങ് പിച്ച് തണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നീ രാജ്യം തന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു സമർത്ഥ രാംദാസ്. അങ്ങ് ചെയ്യുന്നത് തന്നെ ഞാൻ ചെയ്യും, അങ്ങയുടെ കൂടെ ഞാൻ പിച്ചതുകൊണ്ടും അങ്ങയെ പരിചരിച്ച് നടക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയല്ലല്ലോ. കാരണം ഒരു സന്യാസിക്ക് പിച്ചതല്ല, രാജാവിന് ചെയ്തു കഴിഞ്ഞാൽ രാജാവിൻ്റെ പ്രതിച്ഛായ നഷ്ടമാവും, പിന്നെ രാജാവായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹമൊക്കെ ഉടുക്കുന്ന ഒരു കാവി തുണി ശിവാജിക്ക് കൊടുത്തു. ഇത് നീ നിന്റെ കൊടിക്കൂറയാക്കൂ എന്ന് പറഞ്ഞു. ഇത് ത്യാഗത്തിൻ്റെ നിറവും വസ്ത്രവുമാണ്. ഇത് കൊടിക്കൂറ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം നിൻ്റേതല്ല എന്ന് നിനക്ക് വിചാരിക്കാൻ പറ്റും. ഇതെൻ്റേതല്ല എന്ന് നീ വിചാരിക്കുമ്പോഴേ അത് നിൻ്റേതാകൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ കാവിക്കൊടി ഉണ്ടാവുന്നത്. അതാണ് ഈ ഭാരതാംബയുടെയൊക്കെ കയ്യിലൊക്കെ നമ്മൾ കാണുന്ന കാവിക്കൊടി. ഈ സമർത്ഥ രാംദാസ് എഴുതിയ മാരുതി സ്തോത്രം മഹാരാഷ്ട്രയിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, അഖാഡകളിലും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സമാധിക്ക് 5 വർഷം മുമ്പ് അദ്ദേഹം വെള്ളവും ആഹാരവും ഉപേക്ഷിച്ചു. പ്രായോപവേശം എന്ന് പറയില്ലേ, സ്വാതി തിരുനാളും ഒക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നത്. പട്ടിണി കിടന്ന് മരിക്കുക, ജൈന സന്യാസിമാരും ഒക്കെ അത് ചെയ്യാറുണ്ട്. ആ സമാധിയുടെ സമയത്ത് താരകാമന്ത്രം ഉരുവിട്ടു. നമ്മുടെ ആനന്ദാശ്രമം കാഞ്ഞങ്ങാട്, അവിടെ നമ്മളെപ്പോഴും ഈ താരകാമന്ത്രം കേൾക്കും. ആനന്ദാശ്രമം ഉണ്ടാക്കിയ ആളുടെ പേര് രാംദാസ് എന്ന് തന്നെയാണ്. താരകാമന്ത്രം എന്ന് പറയുന്നത് ശ്രീറാം ജയറാം ജയ് ജയ് റാം എന്ന് പറയുന്നതാണ് മന്ത്രം. അപ്പോൾ ആ സമയത്ത് സമർത്ഥ രാംദാസിൻ്റെ അടുത്തുണ്ടായിരുന്നത് തഞ്ചാവൂരിൽ നിന്നെത്തിയ ഒരു രാമവിഗ്രഹവും ആയിരുന്നു. തെക്കേ ഇന്ത്യയുമായിട്ടും ബന്ധപ്പെട്ട് കിടന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. വളരെ സാർത്ഥകമായ ഒരു ജീവിതമാണ്. പക്ഷേ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിത യാത്രയാണ്. അതിലൊക്കെ ഉപരി ഭാരതത്തിൻ്റെ കൊടിക്കൂറയായി കാവി മാറിയത് എങ്ങനെയാണ് എന്നതിൻ്റെ കഥ കൂടിയാണ് സമർത്ഥ രാംദാസിൻ്റെ കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.